കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ പറഞ്ഞത് സ്വരാക്ഷരങ്ങളുടെ മുൻപിൽ മാത്രമല്ല വ്യഞ്ജനാക്ഷരങ്ങളുടെ മുൻപിലും ആൻ ചേർക്കാം എന്നാണ്. അതിനുള്ള സന്ദർഭവും ഏതൊക്കെയാണ് ആ അക്ഷരങ്ങളെന്നും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനുള്ള സന്ദർഭം എന്താണ്? നിങ്ങൾക്കറിയാം, ചുരുക്കെഴുത്ത്, അബ്രിവേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ്. ഉദാഹരണത്തിന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC, ഇന്ത്യൻ എയർഫോഴ്സ് IAF. ഇതിനെയാണ് ചുരുക്കെഴുത്തുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയും പറയാൻ പോകുന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ചുരുക്കെഴുത്ത് ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപിൽ ആൻ വേണം ചേർക്കാൻ. ഞാൻ അക്ഷരങ്ങൾ പറയാം, അതിനുശേഷം ഒന്നുകൂടെ വിവരിക്കാം. ഇത് 12 അക്ഷരങ്ങളാണ്. അതിൽ 4 എണ്ണം വവൽസ് തന്നെയാണ്. ഇതാണ് ആ അക്ഷരങ്ങൾ: A, E, F, H, I, L, M, N, O, R, S, X. ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരു ചുരുക്കെഴുത്ത് ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപിൽ ആൻ ചേർക്കണം. ഉദാഹരണത്തിന് HAL, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. There is an HAL unit in my village. മറ്റൊരു ഉദാഹരണം SMS, ഷോർട്ട് മെസ്സേജ് സർവീസ്. My brother sent me an SMS this morning. R&D, research and development. The government is planning to launch an R&D project in the state capital soon. ബാക്കിയുള്ള 14 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ചുരുക്കെഴുത്തിന് മുൻപിൽ A വേണം ചേർക്കാൻ. ഈ 14 അക്ഷരങ്ങളിൽ ഒരെണ്ണം വവലാണ്, U. ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങുന്ന ചുരുക്കെഴുത്തിന് മുൻപിൽ A ചേർക്കണം. ആ അക്ഷരങ്ങൾ ഇതൊക്കെയാണ്: B, C, D, G, J, K, P, Q, T, U, V, W, Y, Z. ഒരു ഉദാഹരണം പറയാം. BA, ഹീസ് എ BA സ്റ്റുഡൻറ്റ്. എല്ലാത്തിനും ഉദാഹരണങ്ങൾ തരാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. മാത്രവുമല്ല, ഈ വീഡിയോ ചിലപ്പം 1 കിലോമീറ്റർ നീളം വരും. അതുകൊണ്ട് എല്ലാവരും തനിയെ ഉദാഹരണം കണ്ടുപിടിച്ച് പഠിക്കുക. ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഗുഡ് ബൈ.